പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അശമന്നൂർ പഞ്ചായത്തിൽ ഏക്കുന്നം പ്രദേശത്ത് താമസിക്കുന്ന വിനോദ് ചേട്ടൻ്റെ അടുത്തേക്കായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ വിനോദ് ചേട്ടൻ പറമ്പിലിരിക്കുന്ന ഒരു കൊക്കിന് നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇപ്പോൾ വെടിവെക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നിരുന്ന എൻ്റെ മുന്നിലേക്ക് ഒരു പൊട്ടിച്ചിരിയോടെ അദ്ദേഹം തോക്ക് താഴെ വെച്ചു. ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അതായത് ഒറിജിനൽ തോക്കാണെന്ന്. തോക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കഷ്ണം പലകയും ഒരു PVC പൈപ്പും എല്ലാം ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഡമ്മി തോക്കായിരുന്നു അത്. വിനോദേട്ടൻ എന്നെ മറ്റൊരു കാഴ്ച കാണുവാൻ വിളിച്ചു കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. വിനോദേട്ടൻ സ്വന്തം കഴിവ് കൊണ്ട് കുറേ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയാം. ഓരോന്നോരോന്ന് ഒന്ന് പരിചയപ്പെടുത്താം ചേട്ടാ. ഓരോന്നോരോന്ന് ഒന്ന് പറയാം. ഓരോന്നെടുത്ത് അതെന്താണെന്ന് പറയാം. ഇത് അഗർബത്തി സ്റ്റാൻഡാണ്. അഗർബത്തി, അതായത് ചന്ദനത്തിൽ കത്തിക്കാനുള്ളത്. അടുത്തത് എന്താണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് പറഞ്ഞാലേ. ഇത് കംപ്ലീറ്റ് ചിരട്ട മാത്രമേ ഉള്ളൂ. ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് കംപ്ലീറ്റ് ചിരട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ശിവലിംഗമാണ്. എന്തായാലും ഇത് അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല, അഭിനന്ദിക്കണം. ഇത് ഒറ്റ ചിരട്ട കേട്ടോ. ഒറ്റ ചിരട്ട. ശരി. ഇനി അടുത്ത ഏതാ? ഇത് നമ്മൾ ചിരട്ട പുട്ട് തന്നിട്ടുള്ളൂ. ചിരട്ട പുട്ടിൻ്റെ കുറ്റി നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ചിരട്ട പുട്ടുണ്ടാക്കാനുള്ള കുറ്റി. ഇങ്ങനെ അടപ്പൊക്കെ ഉണ്ട്. ഒരു ചില്ലുണ്ട്. ചില്ല് അത് കണ്ടില്ല, അവിടെ കണ്ടില്ല. ഇത് വൈൻ ഗ്ലാസ്, മദ്യപാനികൾക്കുള്ളേ വൈൻ കുടിക്കാനുള്ള ഗ്ലാസ്സാണ്. കപ്പുകൾ ഇതെല്ലാം ചിരട്ട കൊണ്ട് മാത്രമാണ്. അതിനകത്ത് വേറൊരു സാധനമില്ല, ചിരട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി അടുത്തതാ? അടുത്തത് എന്ന് പറയുന്നത് ഇതൊക്കെ ചുമ്മാ ഓരോരോ അതെന്നാ? ചുമ്മാ ഒരു പാത്രങ്ങൾ, ഒരു കരകൗശലം പാത്രങ്ങൾ. ഇതും അതുപോലെ അടുപ്പുള്ള പാത്രം. അതും അടുപ്പുള്ള പാത്രമാണ്. അത് ചിരട്ട ഉണ്ടാക്കിയാണ്. ഉപ്പൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ടേബിളിലൊക്കെ ടേബിളിൽ ഉപ്പിട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കും. ഇത് വാങ്ങുന്നവർക്ക് നമുക്ക് ഊൺമേശയിൽ ഉപ്പിട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഏതായാലും അത് വളരെ കറക്റ്റാണ്. ഇനി അടുത്ത ഏതാ? ഭിത്തിയെ തൂക്കിടാൻ പറ്റിയ സാധനം അത് ഉണ്ട്. പിന്നെ അത് കുറേ ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കാം. ഗ്ലോബാണത്. അതും ചിരട്ടയാണ്. ഒറ്റ ചിരട്ട. ഇതൊക്കെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഷോക്കേസിൽ വെക്കാം. പിന്നെ പെൻ ഹോൾഡറായിട്ടൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അതും ഇതുപോലെ തന്നെ പൂവും ചെടിയും എല്ലാം ഉണ്ട്. ഇത് ഈ സാധനം എന്താണെന്നറിയോ? ഇത് മരത്തിന്റെ കൂണാട്ടോ. മരക്കൂണെന്ന് പറയുന്നത്. ഇത് മരക്കൂണാണിത്. അത് മരക്കൂണാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് ചിരട്ടകളുണ്ടാക്കിയത്. ഇത് ചുമ്മാ ചിരട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പൊട്ടിപ്പോയ ഒരു സാധനത്തിന് ചെടി ഉണ്ടാക്കി ചുമ്മാ തമാശ ഉണ്ടാക്കില്ലേ. വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ പൊട്ടി പോകുമ്പോൾ നമ്മൾ ചെടി ഇടൂലേ, അതേ രീതിയിൽ ഒരു കാണിച്ചു വെച്ചങ്ങനെയാണിത്. ചുമ്മാ വേസ്റ്റ് ആയി കളയണ്ടെന്നുള്ള രീതിയിൽ. അടുത്തത് ഒരു കാളവണ്ടി വില്ലുവണ്ടിയോ? ഇത് ഒരു കാളവണ്ടി. ഇതൊരു കാളവണ്ടിയാണ്. അത് ഭംഗിയായിട്ടുണ്ട്. വീലൊക്കെ ഇറങ്ങുന്നതാണ് അല്ലേ? അതെ. ഇത് എടുക്കാവുന്ന പോലെ കുറേ പരുന്ത്, താഴെ വേറൊരു പരുന്ത്, ഒരു വലിയ പൂവ്, മരങ്ങൾ എല്ലാം
ചെറിയ കിളി. കിളിയാണ്. എല്ലാം ഇവിടെ ഒരു സാധനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണിയിൽ നിന്നും അയാൾ നമ്മുടെ ചേട്ടൻ കടഞ്ഞെടുത്തതാണിത്. മരങ്ങളിലൊക്കെ ശല്യം ഇത്തിക്കണ്ണിയില്ലേ. ഇത് ഓം, അതും ഭംഗിയായിട്ടുണ്ട്. ഇതെന്നാ കൂജ, അത് ചുമ്മാ പൂജ. ഒരു കൂജ. അതും ചിരട്ട. ചിരട്ട തന്നെയാണ്. ഇതും ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ അകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാം. നല്ല ഇത് ഏറുമാടും അല്ലേ. ഇത് ചിരട്ട മാത്രമല്ല, ഇതൊക്കെ ചിരട്ട. ഇതൊക്കെ ചിരട്ടയാണ്. ഇതൊക്കെ ഈ പൂവൊക്കെ ചിരട്ട. ഇത് ബാമ്പു. ബാമ്പുണ്ട്. ഇത് ബാമ്പുവാണ് അഥവാ ഇല്ലി. പ്രിയ കൂട്ടുകാരി, വിനോദ് ചേട്ടൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിനോദ് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. എന്നാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.